ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അഴിമതിക്കാരിയാണെന്നും ഒരു രാഷ്ട്രീയ ഇടപെടലും ഇല്ലാതെ ഇസബെല്ല വന്ന് ഗിരീഷിനെ പുറത്തിറക്കി അവളുടെ കാല് കഴുകിയ വെള്ളം കുടിക്കാൻ തോന്നും എന്നെല്ലാം സിദ്ധു പറയുന്നത് കേട്ട് സകല നിയന്ത്രണവും വിടുന്ന ദേവിക ഞാനൊരു അഴിമതി നടത്തിയിട്ടില്ലെന്നും എല്ലാം എന്നെക്കൊണ്ട് ചെയ്യിച്ചതാണെന്നും പറയുമ്പോൾ ദേവികയുടെ ആ വാക്കിൽ നിന്ന് തന്നെ എല്ലാത്തിൻ്റെയും പുറകിൽ നന്ദനും പ്രഭയുമാണോ എന്നുള്ളൊരു സംശയം സിദ്ധുവിനുണ്ടാകുന്നുണ്ട്. അങ്ങനെ ദേവികയോട് സിദ്ധു നിർബന്ധിച്ച് ചോദിക്കുമ്പോൾ ശാരികയുടെയും ആ വാക്കുകളുടെ ബലത്തിൽ എല്ലാം സിദ്ധുവിനോട് തുറന്നു പറയുന്നുണ്ട് ദേവിക. പിന്നീട് അച്ഛനോട് എല്ലാം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ തന്നെ കുറ്റപ്പെടുത്തിയ നന്ദുവിന് നല്ല മറുപടി തന്നെ ദേവിക കൊടുക്കുന്നുണ്ട്. തുടർന്ന് നന്ദു എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിരുന്നെങ്കിൽ, നന്ദു തന്നെ എല്ലാം അച്ഛനോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊന്നും പറയുമായിരുന്നില്ല എന്ന് ദേവിക പറയുമ്പോൾ, അല്ലെങ്കിലും എനിക്കും അമ്മയ്ക്കും തന്ന വാക്ക് തെറ്റിച്ച് നിന്നെ ഭാര്യയായിട്ട് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല. MLA ആയിട്ട് നീ അധികകാലം വാഴുകയില്ല എന്ന് നന്ദു പറയുമ്പോൾ, അല്ലെങ്കിലും ഈ MLA വേഷം അഴിച്ചുവെക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവിക. ഇതേ സമയം സിദ്ധാർത്ഥ ആണെങ്കിൽ കുറ്റബോധം കൊണ്ട് നീറുകയാണ്. അതായത് തൻ്റെ ഭാര്യയും തൻ്റെ മകനുമാണ് പാവം ദേവിക എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇവിടെ ചതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താനായിട്ട് അവൾക്ക് ഇതുവരെ സങ്കടങ്ങൾ മാത്രമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. അതിന് പകരമായിട്ട് ഒരു പ്രായശ്ചിത്തം പോലെ സിദ്ധാർത്ഥൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്ദനെയും പ്രഭാവതിയും വിളിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട് അവരോട്, എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. ആ ഒരു പ്ലാന്റിന് ദേവികയോട് അനുമതി കൊടുക്കാൻ പറഞ്ഞത് നിങ്ങളാണ്. നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് പാവം ദേവിക അത് ചെയ്തത്. പക്ഷെ ഞാനൊരു കാര്യം പോലും അറിഞ്ഞിട്ടില്ല. ഞാൻ അറിയാതെ നിങ്ങളെല്ലാവരും കൂടി ചെയ്ത ഒരു നാടകമാണിത്. എന്നിട്ട് ഞാൻ ആ കുട്ടിയെ എന്തുമാത്രം കുറ്റപ്പെടുത്തി. സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ മരുമകളായിട്ട് വന്നെങ്കിലും എൻ്റെ മകളുടെ സ്ഥാനത്ത് തന്നെയായിരുന്നു അവൾ. ഒരു പക്ഷേ രജനി പോലും എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അത്രമാത്രം കെയറോടുകൂടി എന്നെ നോക്കിയിരുന്നത്. ആ സമയത്തുള്ള കാര്യങ്ങളെല്ലാം സിദ്ധാർത്ഥൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് പ്രഭാവതി അവളെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ദേവിക എല്ലാം സഹിച്ച് വളരെയധികം സ്നേഹത്തോടു കൂടി എന്നെ പരിപാലിച്ചു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും സപ്പോർട്ടൊന്നുമല്ല. തുടർന്ന് ദേവിക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം പോലും ഇവിടെ ആരും ഇനി ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ, ആ സമയത്ത് നന്ദനാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് ദേഷ്യം വരുന്ന സിദ്ധാർത്ഥനാണെങ്കിൽ പറഞ്ഞത് മനസ്സിലായടോ എന്ന് ചോദിച്ചുകൊണ്ട് സിദ്ധാർത്ഥനെ തല്ലാനായിട്ട് കൈയോങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം അറിഞ്ഞേ പറ്റൂ. അതായത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ആ പ്ലാന്റിന് അനുമതി കൊടുക്കാനായിട്ട് ദേവികയെ നിർബന്ധിച്ചത്? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. സത്യം പറഞ്ഞാൽ ആൾക്കാർ പറഞ്ഞു നടക്കുന്നത് വൻ അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം MLAയും മന്ത്രിമാരും എല്ലാം ആൾക്കാർ പറയുന്നത് പോലെ ഒരുപാട് കാശ് കൈക്കൂലി വാങ്ങിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള ഒപ്പൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ദേവിക അങ്ങനെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലമായിട്ട് KKയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടാവും. നീ പറയുന്നു കെവിൻ എവിടെ ജോലി എന്ന്, പക്ഷേ എന്ത് ജോലിയാണ് കിട്ടുന്നത്? നീ അങ്ങനെ ജോലിക്ക് പോകുന്നതൊന്നും കാണാനുമില്ല. കുറേ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് പോകാറുണ്ട്, അതുപോലെ തിരിച്ചു വരാറുണ്ട്. ഇത് അതിനേക്കാളെല്ലാം അപ്പുറത്തുള്ളൊരു സംഗതിയാണ്. അതായത് നീയും കെവിനും എല്ലാവരും കൂടി ചേർന്ന് മറയ്ക്കുന്ന ഒരു കാര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഇസബെല്ലയും ഇൻക്ലൂഡ് ആണെന്നാണ്. കാരണം നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നിന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ഇസബെല്ലയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വെറുതെ ആ കുട്ടി കാണിച്ചു കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ സത്യം അറിഞ്ഞേ പറ്റൂ എന്ന് സിദ്ധാർത്ഥ തുറന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പ്രഭയാണെങ്കിലും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ പ്രഭയോടായിട്ട് സിദ്ധു പറയുന്നുണ്ട്, പ്രഭ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ഇതുവരെ നിങ്ങളെ മറച്ചിട്ട് ഞാൻ ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഇടയ്ക്കാണെങ്കിൽ തനുജയുടെ കാര്യം അത് ഞാൻ ബലരാമന് വാക്കു കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഒന്നും പറയാതിരുന്നത്. എങ്കിലും ജീവിതത്തിൽ സങ്കീർണമായിട്ടുള്ള സമയത്ത് ഞാൻ അതെല്ലാം തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ നിങ്ങളെല്ലാവരും ചേർന്ന് ഞങ്ങളെയൊക്കെ ചതിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്തോ ഒരു വലിയ രഹസ്യം നിങ്ങളെല്ലാവരും ചേർന്ന് മറയ്ക്കുന്നുണ്ടെന്നാണ്. പക്ഷെ അത് ദേവിയേക്ക് പോലും അറിയില്ലെന്നും എനിക്ക് തോന്നുന്നുണ്ട്. മര്യാദയ്ക്ക് അത് തുറന്നു പറയണമെന്ന് തന്നെ ഒരു താക്കീത് നൽകുന്നുണ്ട് കേട്ടോ സിദ്ധു.
അങ്ങനെ സിദ്ധുവിൻ്റെ അശക്തമായിട്ടുള്ള താക്കീതിൽ ആകെ ഞെട്ടിവിറച്ച് പോകുന്നുണ്ട് പ്രഭയും നന്ദനും ഒക്കെ. പിന്നീട് നന്ദൻ ഇസബെല്ലയെ കാണാനായിട്ട് പോകുന്നു. എന്നിട്ട് പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി. KK പ്ലാന്റിന് അനുമതി കൊടുത്തത് ഞങ്ങൾ പറഞ്ഞിട്ടാണെന്നുള്ള കാര്യം ദേവിക അച്ഛനോട് പറഞ്ഞു. അച്ഛൻ്റെ നിരന്തരമായിട്ടുള്ള ചോദ്യം ചെയ്യലും കുറ്റപ്പെടുത്തലും കാരണം വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിൽ പെട്ടുപോയി ദേവിക. അതുകൊണ്ടാണ് അവളെല്ലാം തുറന്നു പറഞ്ഞത് എന്ന് നന്ദൻ പറയുന്നത് കേട്ടിട്ട് ഇസബെല്ല പറയുന്നുണ്ട്, ഇതിപ്പോൾ ദേവിക ചെയ്തിരിക്കുന്നത് എന്താ ചതിയാണ്, വൻചതി, ഒരിക്കലും ആരോടും പറയരുതെന്ന് നന്ദ പറഞ്ഞിരുന്ന കാര്യമാണ് അവളിപ്പോൾ അച്ഛനോട് വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പുറകിൽ എന്താ ഉള്ളത്, അവളൊരു സ്വാർത്ഥതയാണെന്ന് ഞാൻ പലതവണ പറഞ്ഞതാണ്. എന്നിട്ടെന്താ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അവൾക്കൊരു ഷോക്ക് കൊടുക്കണം. ഇനി മിണ്ടാതിരിക്കാൻ പറ്റില്ല, ഒരു ഉഗ്രൻ ഷോക്ക് കൊടുത്തേ പറ്റൂ. അവളുടെ കരണക്കുട്ടി നോക്കി ഒന്ന് പൊട്ടിക്കണം എന്നൊക്കെ നന്ദനെ പറഞ്ഞ് ഇളക്കി വിടുന്നുണ്ട് കേട്ടോ ഇസബെല്ല. ഏതായാലും അവസരം മുതലെടുത്ത് നന്ദുവിന് ദേവികയോടുള്ള വെറുപ്പ് ആളിക്കത്തിക്കാനാണ് ഇസബെല്ല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സിദ്ധുവിന് സത്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് ഇനി ദേവികയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു കുരുക്കിൽ നിന്നും ദേവികയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥ തന്നെയായിരിക്കും ഇറങ്ങി പുറപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ അതോടുകൂടി തന്നെ കെവിൻ്റെയും ഇസബെല്ലയുടെയും തനി നിറം, അവർ നന്ദനെ ചതിക്കുകയാണ് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന രഹസ്യവും പുറത്തു വരുന്നുണ്ടാവും. അപ്പോൾ മിക്കവാറും നന്ദൻ തന്നെയായിരിക്കും ഇസബെല്ലയുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിച്ച് അവളെ അവിടെ നിന്നും ആട്ടി ഓടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുഖമോദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന കിടൽ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്